ഹലോ ചങ്ങായിമാരെ. അപ്പോൾ എല്ലാ ചങ്ങായിമാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളുണ്ടല്ലോ കുറേ ദിവസമായി നമ്മൾ പെറുക്കി കൂട്ടി വെച്ച കുറച്ച് റബർക്കായാണ്. ഇത് കണ്ടില്ല, ഈ ബക്സിൽ നിറച്ച് നമ്മൾ റബർക്ക പെറുക്കി കൂട്ടിയാണ്. അപ്പോൾ റബർക്ക കാണാത്ത ചങ്ങായിമാർക്കുണ്ടല്ലോ, റബർക്ക ഇതാണ് കേട്ടോ. അപ്പോൾ ഇതെന്തിനാണെന്നറിയോ? ഇത് നമ്മൾ ഇങ്ങനെ ഒരു ബോക്സ് കണ്ടില്ലേ, ഇങ്ങനെ കിട്ടിയതാണ്. അപ്പോൾ നമുക്കിത് ചുറ്റുമായിട്ട് റബർക്ക ഒട്ടിച്ചു കൊടുക്കാം. പുതിയൊരു ചെറിയൊരു ക്രാഫ്റ്റ് വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ച നോട്ടാണ് കേട്ടോ ഞാൻ റബർക്ക കുറച്ച് പറക്കിയത്. നമ്മുടെ ഈ ഒരു ഇതില്ലേ, ഇതിനെന്താ പറയുക, ഗ്ലൂ സ്റ്റിക്ക് എന്നാണ് പറയുന്നത്. ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് ഗ്ലൂ സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ. അത് നമ്മൾ ഈ മെഴുകുതിരിക്കകത്ത് ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. വേറെ സ്റ്റിക്കൊന്നും എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് ഈ ഒരു സ്റ്റിക്ക് ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇതിന് ചുറ്റും നമുക്ക് ഒട്ടിച്ചു നോക്കാം. അപ്പം എങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്ക് ഒന്ന് നോക്കാം അതിൻ്റെ ലുക്ക്. അപ്പോൾ ഞാൻ കുറേ ദിവസമായിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. അതിപ്പോൾ കുറേ റബർക്ക വേണമല്ലോ നമുക്ക് ചിറ്റി ഒട്ടിച്ച് വെക്കാനായിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ എല്ലാ സംഭവം ഇതെല്ലാം സെറ്റാക്കിയിട്ട് നമ്മളൊന്ന് ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഒട്ടിച്ച് തുടങ്ങാം. മെഴുകുതിരി കത്തിക്കണം. ഏത് വശം വേണമെങ്കിലും നമുക്കിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത് പക്ഷേ മൊത്തത്തിൽ അങ്ങ് തേച്ച് പിടിപ്പിക്കാൻ എളുപ്പമായിരുന്നു അങ്ങനെ. അപ്പോൾ നമ്മൾക്ക് വേറെ ഏതെങ്കിലും പശയൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് ഒട്ടിക്കാൻ കേട്ടോ. എൻ്റെ ഇപ്പോൾ തൽക്കാലം ഈ ഒരു പശ മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാനിപ്പം ഒന്ന് ചോദിച്ചു ഒട്ടിക്കുന്നത്. കാരണം ഇത് നമ്മൾ ഉടുപ്പിലൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒട്ടിക്കില്ലേ, മുത്തൊക്കെ ഡിസൈനൊക്കെ ചെയ്ത് ഒട്ടിക്കില്ലേ, ആ ഒരു പശയാണ്. മറ്റേ പ്ലംബിങ് ആൾക്കാരുടെ കയ്യിരിക്കണം ഇതുപോലൊക്കെ തന്നെ പശയുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാൻ കേട്ടോ. ഏത് വേണേലും നമ്മുടെ അഭിരുചി അനുസരിച്ച് ഏത് രീതിയിൽ എന്ത് വേണേലും ഉണ്ടാക്കാം കേട്ടോ. നമുക്ക് കുറേ വേണമെന്നുള്ളൂ. ഇതിപ്പോൾ എത്ര കൊണ്ട് എങ്ങനെ ഉണ്ടാകും, എന്തൊരു ദൈവം അറിയില്ല. അങ്ങനെ പോരതില്ലാണ് കണ്ടത്. ചുറ്റും നമ്മൾ മൊത്തം ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മൊത്തം നമുക്കൊന്ന് ചുറ്റും ഒട്ടിച്ച് നോക്കാം. കുറേ പണിയാണ് കേട്ടോ, കുറേ മെനക്കേടാ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതൊക്കെ ഒട്ടിച്ച് കുറേ നേരം ഒട്ടിക്കണമല്ലോ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നല്ലോണം തേച്ച് പിടിപ്പിക്കാൻ അടിയിലുണ്ടല്ലോ, പറഞ്ഞു പോരുവേ. ഒട്ടിക്കുന്നു. നമുക്ക് ഈ ഒരു നേരം ഒത്തിരി പണ്ടാരം പോകുന്നു. ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ കയ്യിൽ ഈ പശയുള്ളൂ കേട്ടോ. അപ്പം നിങ്ങളുടെ കയ്യിൽ ഏതാ നല്ല പശയാണ്, നല്ല പശയായിരിക്കണം, നല്ലോണം ഒട്ടുകയും ചെയ്യണം, പിന്നെ പോവുകയും ചെയ്യില്ല കേട്ടോ. അങ്ങനത്തെ പശയായിരിക്കും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇങ്ങനെ സീഡൊക്കെ ഒട്ടിക്കാനായിട്ട് നല്ല പശ. പിന്നെ ഈ റബർക്കാന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്നൊന്നും വെള്ളത്തിലിടുവോ അല്ലെങ്കിൽ തണുപ്പുള്ള സ്ഥലത്ത് വെച്ചാൽ മാത്രമേ മുളയ്ക്കത്തുള്ളൂ, അല്ലെങ്കിൽ മുളയ്ക്കത്തൊന്നുമില്ല കേട്ടോ. എവിടെയെങ്കിലും നമ്മൾ ഏതെങ്കിലും ടിന്നിനകത്ത് ഇടുകയൊക്കെ ചെയ്താൽ മതി. ഈർപ്പം തട്ടിയാൽ മാത്രം മുളയ്ക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഇത് മുളയ്ക്കില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേനലായി കഴിയുമ്പോഴത്തേന് മിക്ക ഇലയും കൊഴിഞ്ഞ് കായ്കളൊക്കെ പൊട്ടി വീഴുന്നൊരു സമയമായിരിക്കും, പ്രത്യേകിച്ചും മഞ്ചാടിക്കുരുവൊക്കെ. അപ്പോൾ അതൊക്കെ കളക്ട് ചെയ്തിട്ട് എന്തെങ്കിലും ഐഡിയ അനുസരിച്ച് ചെയ്യാം കേട്ടോ. നല്ല രസമായിരിക്കും ഇതിങ്ങനെയൊക്കെ ചെയ്താൽ.
പിന്നെ എന്താണെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് മടിയാണ് കേട്ടോ ഇങ്ങനെ ഇരിക്കണമെന്ന് വെച്ചാൽ. ഞാൻ സത്യം പറഞ്ഞാൽ എന്തെങ്കിലും എപ്പോഴും അനങ്ങാതിരിക്കത്തില്ല, എന്തെങ്കിലും ഓടി നടന്ന് എന്തെങ്കിലും ജോലി ചെയ്യണ ആളാണ്. അതുകൊണ്ട് എനിക്ക് ഇനി ഇരിക്കാൻ മടിയാണ്, ഇങ്ങനെ ചെയ്യാനും മടിയാണ്. പിന്നെ ഞാൻ കുറേ സൂക്ഷിച്ച് വയ്ക്കും. അപ്പോൾ ഒരിഷ്ടം തോന്നി കഴിയുമ്പോൾ നമുക്കൊരു എന്തെങ്കിലുമൊക്കെ ചെയ്തെന്നുള്ളൂ കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പശ ഇച്ചിരി ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ നിർത്താൻ പോവുകയാണ്. അപ്പോൾ പിന്നെ എപ്പോഴേലും നമുക്ക് കംപ്ലീറ്റ് ആക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ എല്ലാ ചങ്ങന്മാർക്കും ടാറ്റാ, അടുത്ത വീഡിയോ കാണാവേ.